ക്രീം ബിസ്ക്കറ്റിൽ ക്രീം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ കേസ് കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങൾ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിൽ ക്രീം ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിന് തക്കതായ എവിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിക്കെതിരെ ധൈര്യമായി കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുക്കാവുന്നതാണ്. ഒരാൾ സൺഫീസ്റ്റ് മാരിലൈറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കുകയും ആ ബിസ്ക്കറ്റ് പാക്കറ്റിനകത്ത് ഒരു ബിസ്ക്കറ്റ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് കൺസ്യൂമർ കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബിസ്ക്കറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ എന്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും അതിന് കൃത്യമായ സർവീസ് നമുക്ക് ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരികയും നമ്മൾ ആ കമ്പനിയെ സമീപിച്ച സമയം അവരത് പരിഹരിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കൺസ്യൂമർ കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് കൺസ്യൂമർ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നത് എന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ പണം ചെലവാക്കി ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയും അതിന് കൃത്യമായ സർവീസ് നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ പണം ചെലവാക്കി വാങ്ങിയ പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരികയും അത് പരിഹരിച്ചു തരാൻ ആ കമ്പനി തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ എല്ലാ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ദിനം പ്രതി ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നോ ഇതിന് വേണ്ട പരിഹാരം എങ്ങനെയാണ് കാണേണ്ടത് എന്നോ ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ പണം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കൺസ്യൂമർ കോടതികൾ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നത്. നമ്മൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത്, നമുക്ക് ഏത് ജില്ലയിൽ നിന്നാണോ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാവുന്നത്, ആ ജില്ലയിലുള്ള കൺസ്യൂമർ കോടതിയിലാണ് നമ്മൾ കേസ് ഫയൽ ചെയ്യേണ്ടത്. ഈ അടുത്തിടെ ഒരു യുവതി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മൂട്ടകടിയേറ്റതിനെ തുടർന്ന് ആ ബസ്സിനെതിരെ കൺസ്യൂമർ കോടതിയെ സമീപിക്കുകയും കൺസ്യൂമർ കോടതി ആ യുവതിക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. ഇത്തരത്തിൽ നമ്മൾ പണം ചെലവാക്കി നമുക്ക് ലഭിക്കേണ്ട സർവീസ് കൃത്യമായി ലഭിക്കുന്നില്ല എങ്കിലും നമുക്ക് കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ്. അതേപോലെ ഉദാഹരണത്തിന് നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു എന്ന് കരുതുക. ആ മൊബൈൽ ഫോൺ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ കേടുവരികയാണ്. അപ്പോൾ അത് ശരിയാക്കി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആ കമ്പനിയെ സമീപിക്കുന്ന സമയം ആ കമ്പനി നമ്മളെ പൂർണ്ണമായി അവഗണിക്കുകയും അതിന് പരിഹാരം കണ്ടെത്താതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും കൺസ്യൂമർ കോടതിയെ സമീപിച്ച് നമുക്ക് നഷ്ടമായ തുക നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈ പ്രോഡക്ട്സ് എല്ലാം ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പ്രോഡക്ട്സ് മാത്രമല്ല, നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും സോപ്പോ ക്രീമോ മിഠായിയോ തുടങ്ങി എന്ത് പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾക്ക് അതിനകത്ത് ഒരു കംപ്ലൈന്റ് വരികയാണെന്നാണെങ്കിലും നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയെ സമീപിക്കാം. അതേപോലെ ഒരു സർവീസ് ലഭിക്കുന്നതിന് വേണ്ടി പണം ചെലവാക്കി നിങ്ങൾ അതിൽ തൃപ്തരല്ല എന്നാണെങ്കിലും നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കൺസ്യൂമർ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയും, നിങ്ങൾ പ്രാപ്തരാണ് എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു അഭിഭാഷകൻ മുഖാന്തരം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരിട്ടാണ് കേസ് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിന്റെ മേലെ ഹെഡിങ് ആയിട്ട് ഏത് ജില്ലയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയാണോ ആ കോടതി മുൻപാകെ എന്നൊരു ഹെഡ്ലൈൻ കൊടുക്കുക. അതിന്റെ താഴെയായി പരാതിക്കാരന്റെ പേരും അഡ്രസ്സും കൊടുക്കുക. അതിന് തൊട്ട് താഴെയായി എതിർകക്ഷികളുടെ പേരും വിവരവും കൊടുക്കുക. എതിർകക്ഷികൾ ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോണാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ മൊബൈൽ ഫോൺ ഏത് കടയിൽ നിന്നാണോ വാങ്ങിക്കുന്നത് ആ കട, അതായത് ആ ഡീലേഴ്സിന്റെ പേരും വിവരവും ഒന്നാം എതിർകക്ഷിയായി കൊടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഏത് കമ്പനിയുടെ ഫോണാണോ വാങ്ങിക്കുന്നത്, അതായത് മാനുഫാക്ചറുടെ ഡീറ്റെയിൽസും കൊടുക്കുക. അതായത് ഒന്നാം എതിർകക്ഷിയായിട്ട് നമ്മൾ വാങ്ങിയ കടയുടെ പേരും ഡീറ്റെയിൽസും ഡീലറുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുക. രണ്ടാമതായി ഏത് കമ്പനിയാണോ ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് ആ കമ്പനിയുടെ പേരും വിവരവും കൊടുക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എത്ര ഡീലേഴ്സും മാനുഫാക്ചേഴ്സും ഉണ്ടെങ്കിലും അവരുടെ പേരുകളെല്ലാം എതിർകക്ഷിയായിട്ട് കൊടുക്കണം. ഇവരുടെ പേരും വിവരവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ അവരുടെ പേരും വിവരവും ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ പരാതിക്കാരന്റെ പേരും അഡ്രസ്സും ആദ്യം കൊടുക്കുക. അതിനുശേഷം എതിർകക്ഷിയുടെ പേരും അഡ്രസ്സും വിവരങ്ങളും കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയായി നമുക്കുണ്ടായ പ്രശ്നം എന്താണ്, നമ്മുടെ നഷ്ടം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ച് പറയുക.
അതായത് ഇപ്പോൾ ഒരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചതെങ്കിൽ ആ മൊബൈൽ ഫോൺ ഏത് കടയിൽ നിന്ന് എത്രാം തീയതിയാണ് വാങ്ങിയത്, അതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം എന്താണ്, അത് ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുക. എന്നിട്ട് ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട റിലീഫ് എന്താണോ അത് ലാസ്റ്റ് ആയിട്ട് എഴുതുക. അതായത് നമുക്ക് ഇത്രയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായത് കാരണം എനിക്ക് ഇതിന് പകരമായി നഷ്ടപരിഹാരമായി ഇത്ര തുക വേണം എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ പരാതിയിൽ പറയേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് എവിഡൻസ് ആണ്. നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ലുകൾ സൂക്ഷിച്ചു വെക്കുക. അതും ഈ പരാതിയിൽ അറ്റാച്ച് ചെയ്ത് കോടതിയിൽ ഫയൽ ചെയ്യേണ്ടതാണ്. ഈ പരാതി നിങ്ങൾ കൺസ്യൂമർ കോടതിയിലെ ഓഫീസിലാണ് കൊണ്ടുപോയി ഫയൽ ചെയ്യേണ്ടത്. അതിനുശേഷം ഹിയറിംഗിന്റെ ദിവസം കോടതി നിങ്ങളെ അറിയിക്കുന്നതാണ്. ആ ദിവസം നിങ്ങൾ കോടതിയിൽ ചെന്ന് നിങ്ങളുടെ വാദം പറയേണ്ടതാണ്. നിങ്ങൾ ഒരു പ്രമുഖ കമ്പനിക്കെതിരായിട്ടാണ് കേസ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ കമ്പനി അഭിഭാഷകൻ മുഖാന്തരമായിരിക്കും കോടതിയിൽ ഹാജരാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ അഭിഭാഷകന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കണം. അപ്പോൾ കഴിവുള്ളവർ മാത്രം സ്വന്തമായി കോടതിയിൽ കേസ് നടത്താൻ ശ്രമിക്കുക. അല്ലാത്തവർ അഭിഭാഷകൻ വഴി മാത്രം കേസ് നടത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാതെ വരും. അപ്പോൾ കൺസ്യൂമർ കോടതിയിൽ എങ്ങനെയാണ് ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതെന്നും നഷ്ടപരിഹാരം വാങ്ങിക്കേണ്ടതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.